കാസർഗോഡ് ജില്ലയിലെയും ഉത്തര മലബാറിലെയും ഏറ്റവും ജനകീയവും പ്രധാനവുമായ തെയ്യങ്ങളിലൊന്നാണ് ഗുളികൻ തെയ്യം. മരണദേവനായ യമന്റെ സങ്കല്പത്തിലുള്ള ഗുളികൻ ഈ ശിവന്റെ ഇടതുകാലിലെ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായതെന്നാണ് ഐതിഹ്യം. മുഖപ്പാളയും തലയിൽ കുരുത്താല കൊണ്ടുള്ള മുടിയും അണിഞ്ഞാണ് ഗുളികൻ വരുന്നത്. കയ്യിൽ ത്രിശൂലവും വെള്ളോട്ടുമണിയും ഉണ്ടാവും. പ്രത്യേക ശ്രീകോവിലോ വലിയ ക്ഷേത്രങ്ങളോ ഗുളികന് പലപ്പോഴും ഉണ്ടാവാറില്ല. ചെറിയ കാവുകളിലും വൻമരങ്ങളുടെ ചുവട്ടിൽ ശിലാരൂപത്തിലുമാണ് ഈ ഒരു ദേവനെ ആരാധിക്കുന്നത്. കുട്ടികളെ ഓടിക്കുകയും കാണികളെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന വിനോദപ്രിയനായ ഒരു തെയ്യമായാണ് ഗുളികൻ അറിയപ്പെടുന്നത്. എന്നാൽ അത്യന്തം ഗൗരവമുള്ള കാലൻ ഭാവവും ഗുളികനുണ്ട്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തുള്ള വെങ്കണക്കാവാണ് ഗുളികൻ തെയ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുരാതനവുമായ ആരാധനാലയമായി കരുതപ്പെടുന്നത്. ഇവിടെ ഗുളികൻ വസിക്കുന്നു എന്നാണ് വിശ്വാസം. കാസർഗോഡ് തൃക്കരിപ്പൂർ മാടക്കൽ ഗുളികരാജ ക്ഷേത്രത്തിൽ ഗുളികരാജൻ എന്ന പേരിലും ഈ തെയ്യം കെട്ടിയാടുന്നു. ഇവർ പൊയ്ക്കാലിൽ നടന്ന് അഭ്യാസങ്ങൾ കാണിക്കാറുണ്ട്. വിവിധ രൂപങ്ങൾ കാരഗുളികൻ, മാരണ ഗുളികൻ, മൂകാംബിക ഗുളികൻ എന്നിങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളിൽ ഗുളികനെ കെട്ടിയാടാറുണ്ട്. ഗുളികന്റെ ഉത്ഭവത്തെക്കുറിച്ച് പ്രധാനമായി 2 കഥകളാണ് നിലവിലുള്ളത്. ജ്യോതിഷപ്രകാരം ശനിദേവന്റെ പുത്രനായും ഗുളികൻ അറിയപ്പെടുന്നു. സൂര്യന്റെ പേരക്കുട്ടിയായ ഗുളികൻ ജനമരണങ്ങളെ നിയന്ത്രിക്കുന്ന ദേവനായാണ് കരുതപ്പെടുന്നത്. ശിവൻ തന്റെ ഇടതുകാലിലെ പെരുവിരൽ ഭൂമിയിൽ അടിച്ചപ്പോൾ അവിടെ നിന്ന് ഗുളികൻ അവതരിച്ചു എന്നാണ് മറ്റൊരു വിശ്വാസം.